നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുപ്രഭാതം, സിറാജ്, കാന്തപുരത്തിൻ്റെയും സമസ്തയുടെയും രണ്ട് പ്രമുഖ പത്രങ്ങൾ. ഇരുവിഭാഗത്തിൻ്റെയും മുഖപത്രം തന്നെയാണ് ഈ പ്രസിദ്ധീകരണങ്ങൾ. ഏത് കാഫിർ ഷോട്ടുകളും തോറ്റുപോകും. ഇന്ന് ഇടതുപക്ഷം ഈ പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു പരസ്യം കണ്ടാൽ അത്ര വലിയ വർഗീയതയാണതിൽ വിളമ്പിയിരിക്കുന്നത്. ഹൃദയമിടിപ്പറിയുന്ന സ്റ്റെതസ്കോപ്പുമായി ഡോക്ടർ സരിൻ നേരെ പാലക്കാടിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നു. സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ജനമധ്യത്തിലിറങ്ങിയ യുവ ഡോക്ടർ വളരെ പെട്ടെന്നാണ് പാലക്കാടിൻ്റെ ഹൃദയഭാജനമായി മാറിയത്. പഠനത്തിലെന്നും ഒന്നാമനായിരുന്നു സരിൻ എന്ന് തുടങ്ങി സരിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ തുടങ്ങുന്നു ഈ പത്രത്തിലെ പരസ്യം. എന്നാൽ പരസ്യം മുഴുവൻ ഉന്നം വയ്ക്കുന്നത് സന്ദീപ് വാര്യരെ. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊന്നും എണ്ണിപ്പറയാനില്ലാത്ത സർക്കാർ തങ്ങളുടെ ഗതികേട് തന്നെയാണ് ഈ പരസ്യത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നതും. ഇടതുപക്ഷം പച്ചവർഗീയത തന്നെയാണ് ഈ പരസ്യത്തിൽ പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നത്. ആത്യന്തികമായി ഇത് BJPയെ സഹായിക്കുമെന്നാണ് ഇടതുപക്ഷത്തിലെ അണികൾ പോലും പറയുന്നത്. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം. സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള ഒരു ഭാഗം ഇങ്ങനെ: കേരള സമൂഹത്തിൽ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സന്ദീപ് വാര്യർ നടത്തിയ വിദ്വേഷ പ്രചരണങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. ശശികലയെ പോലും കടത്തിവെട്ടുന്ന ന്യൂനപക്ഷ വിരുദ്ധതയാണ് സന്ദീപിൻ്റെ പല പോസ്റ്റുകളിലും. തികഞ്ഞ മതേതരവാദിയായ ഡോക്ടർ പി സരിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ട് പകരം കോൺഗ്രസ് സ്വീകരിക്കുന്നതോ വർഗീയതയുടെ കാളകൂട വിഷത്തെ. സന്ദീപ് വാര്യരുടെ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്റുകളിൽ ചിലത്. സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യർ നേരത്തെ പോസ്റ്റ് ചെയ്ത ചില പോസ്റ്റുകളാണ് പിന്നീട് ഈ പരസ്യത്തിൻ്റെ മുഖ്യ ഘടകം. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു. സന്ദീപ് വാര്യർ, പാലക്കാട്. എന്തായാലും സന്ദീപിൻ്റെ ഈ പോസ്റ്റൊക്കെ എടുത്തിട്ട് അമ്മാനമാടുകയാണ് പരസ്യത്തിൽ. കേരളം എതിർത്ത പൗരത്വ ഭേദഗതി നിയമത്തെ കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് വാര്യർ. സന്ദീപിൻ്റെ ഈ പോസ്റ്റും എടുത്തിട്ടലക്കുന്നുണ്ട്. അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിലും നടപ്പാക്കും. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിനെ എതിർത്തവരെ കീടങ്ങളാക്കി സന്ദീപ് കുറിച്ച ഒരു പോസ്റ്റുണ്ട്. അതിങ്ങനെ: ഹാർപ്പിക് കീടാണുക്കൾ തല പുറത്തേക്കിട്ട് പറയുകയാണ് ആ 130 കോടിയിൽ ഞങ്ങളില്ലെന്ന്. അല്ലെങ്കിലും നിങ്ങളെയൊക്കെ ആര് കണക്കിൽ കൂട്ടിയിരിക്കുന്നു. ഗെറ്റ് ഔട്ട് ഹൗസ്. ഓഗസ്റ്റ് 6, 2020 സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ ഒരു പ്രസ്താവന: ഞങ്ങൾ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് 11 വെള്ളിച്ചിലകൾ അയച്ചു. ക്ഷേത്ര നിർമ്മാണമായപ്പോൾ കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ വഴി എന്ന മാധ്യമ ലേഖനവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരും SDPAക്കാരും പറയുന്നത്? പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ LDF ഇലക്ഷൻ കമ്മിറ്റി, പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി. സിറാജിനും സുപ്രഭാതത്തിനും ഇത്തരമൊരു പരസ്യം നൽകുക, പച്ചവർഗീയത എണ്ണി പറയുക, സന്ദീപ് വാര്യരുടെ പോസ്റ്റുകളൊക്കെ എടുത്തിട്ട് കത്തിക്കുക. ഇമാതിരി കാഫിർ ഷോട്ടുകളുമായി അവസാന നിമിഷം കളത്തിലിറങ്ങി LDF കളിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാകും? ഇത് കോൺഗ്രസിനെ സഹായിക്കാനോ അതോ BJPയെ രക്ഷിക്കാനോ? സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഒന്നും പറഞ്ഞൊരു പരസ്യം കൊടുക്കാനില്ലാത്ത ഗതികേടിലാണ് LDF ഇലക്ഷൻ കമ്മിറ്റി. അതെ, കാഫിർ സ്ക്രീൻഷോട്ട് പോലെ ഇത് LDFന് തന്നെ തിരിച്ച് പണി കിട്ടുമെന്നുറപ്പാണ്. CPM എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ അനുകൂലികൾ പറയുന്നത്. BJP സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഈ പോസ്റ്റുകൾ ഇപ്പോൾ എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. BJPക്ക് കിട്ടിയ മുഖ്യ ആയുധം തന്നെയാണ് ഈ പരസ്യം. ഒരു വശത്ത് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും എടുത്തിട്ടലക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറുവശത്ത് മുനമ്പം വിവാദം ഓരോ ദിവസവും കത്തിച്ച് പരമാവധി നേട്ടം കൊയ്യാനുള്ള മറ്റൊരു ശ്രമം. സമസ്തയും കാന്തപുരവുമൊക്കെ മുനമ്പം വിഷയത്തിൽ ഇക്കഴിഞ്ഞ ദിവസം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതുതന്നെയാണോ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ന് BJP തിരിച്ചു ചോദിക്കുന്നു. പാലക്കാട് തങ്ങളുടെ കൈവിട്ടു പോകുന്നു എന്ന തോന്നൽ ഡോക്ടർ സരിനെയും LDFനെയും ഒക്കെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കുടം തുറന്ന് ഇത്തരമൊരു ഭൂതത്തെ വിട്ടിരിക്കുന്നത്. ഈ വർഗീയ ഭൂതം പാലക്കാട് ഒതുങ്ങി നിൽക്കില്ല എന്നർത്ഥം. അത് കേരളത്തിലാകെ ആഞ്ഞുവീശും. വടകരയിൽ ഷാഫിക്കെതിരെ LDF പ്രയോഗിച്ച കാഫിർ ഷോട്ട് ഇപ്പോഴിതാ
തനി വർഗീയ പരസ്യം കൊണ്ട് അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് നോക്കുകയാണ് LDF. പാലക്കാട് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുറപ്പിക്കുകയാണ് ഇരു മുന്നണികളുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിന് തൊട്ടു പിന്നാലെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ എത്തിയതുപോലും. അതൊക്കെ തിരിഞ്ഞുകൊണ്ടോ എന്ന് ഭയപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ CPMന്റെ ഇമ്മാതിരി വിക്രിയകൾ. രണ്ട് കൂറുമാറ്റങ്ങളടക്കം ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ അടയാളപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാലക്കാട് നടക്കാൻ പോകുന്നത്. സന്ദീപ് വാര്യരുടെ കടന്നുവരവോടെ പിണറായി വിജയൻ ഉതിർത്ത ഒരു വെടി അത് പാണക്കാട് തറവാടിനെ നേരെ പാലക്കാട് പൊക്കിയെടുത്തിട്ടു. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോഴൊക്കെ പാണക്കാട് കാരണവരെ അങ്ങ് വെറുതെ വിടുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ശൈലി. അതിന് മാറ്റമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ പാണക്കാട് തറവാട്ടിലേക്ക് തന്നെ ഉന്നം വെച്ചത്. സാധാരണ BJPയെ പോലെ CPM നേതാക്കൾ ആരും തങ്ങൾമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാറില്ല. തങ്ങൾക്കെന്താ ദൈവികതയുണ്ടോ എന്ന് നേതാക്കൾ ചോദിക്കുന്നത് ഇപ്പോൾ ശക്തമാവുകയാണ്. അവരും രാഷ്ട്രീയ നേതാക്കളല്ലേ? പാണക്കാട് തങ്ങൾക്കെതിരെയും കുടുംബത്തിനെതിരെയും പിണറായി വിജയൻ വിമർശിക്കുന്നത് ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണ് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് ഇപ്പോൾ അറ്റകൈ പ്രയോഗമായി നടത്തിയിരിക്കുന്ന ഈ വർഗീയ പരസ്യവും. CPMന് ചേലക്കര പോലെ തന്നെയാണ് പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കയ്യിലിരുന്ന സീറ്റ്, അതും ഷാഫി പറമ്പിൽ ശ്രീധരനെ തോൽപ്പിച്ച് നേടിയ ആ സീറ്റ് വിട്ടുകളഞ്ഞാണ് വടകരയിലേക്ക് മത്സരിക്കാനായി ചെന്നത്. പാലക്കാട് കൈവിട്ടു പോയാൽ അതിൻ്റെ പേരുദോഷം K സുധാകരനെയും VD സതീശനെയും ഒക്കെ വല്ലാണ്ടലട്ടും. K മുരളീധരൻ പോലും ഈ വിഷയം എടുത്തിട്ടലക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3851 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മെട്രോമാൻ E ശ്രീധരനെ പിന്നിലാക്കിയത് ഷാഫി പറമ്പിൽ. തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസ് അവിടെ തങ്ങളുടെ ഭൂരിപക്ഷം ഉയർത്തി. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കളം നിറഞ്ഞതും. എന്നാൽ തുടക്കം മുതൽ പാലക്കാട് മണ്ഡലത്തിൽ തിളങ്ങി നിന്ന C കൃഷ്ണകുമാർ ഇടയ്ക്കൊരു വെല്ലുവിളി ഉയർത്തി. 2021 സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞുവീശിയ ഇടത് തരംഗത്തിൽ പോലും അടിപതറാതെ നിന്ന പാലക്കാട് സീറ്റ് അത് പിടിച്ചു നിർത്തിയ ഷാഫി പറമ്പിൽ ഭദ്രമായി തൻ്റെ അടുത്ത സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിന് ബാറ്റൻ കൈമാറി. ചിലർ തമാശയായി പറയുന്നത് പോലെ ആകെ ഉറപ്പുള്ള ഒരു കാര്യം, നവംബർ 23 പാലക്കാടിനൊരു MLA ലഭിക്കും. അതാരാണ് എന്ന കാര്യത്തിൽ തികഞ്ഞ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് സാധ്യതയെന്ന് രാഹുൽ പക്ഷം. ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എങ്കിൽ ഈഴ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു വിഭാഗം പറയുന്നു. പാലക്കാട് മൂത്താൻ വോട്ടുകൾ നേരത്തെ തുലാസിലായിരുന്നു എങ്കിൽ സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കോടെ BJP കൂടുതൽ ദൃഢമായി എന്ന് വാദിക്കുന്നവരുണ്ട്. പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ച അസംതൃപ്തി തന്നെയാണ് ഏറ്റവും വലിയ കൈമുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ. പിണറായി സർക്കാരിനെതിരായ വികാരം പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കൃഷ്ണകുമാർ നടത്തുന്നത്. മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള പിരായിരി തന്നെയാണ് എല്ലാ മുന്നണികൾക്കും തലവേദന. അവിടെ പരമാവധി വോട്ട് ഉയർത്താൻ LDFും UDFും ഒക്കെ പരസ്പരം മത്സരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി UDFും LDFും തമ്മിൽ ഇമാതിരി ചീഞ്ഞ കടിപിടി കൂടുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് BJP ആയി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതിലപ്പുറം നേരത്തെ വിജയമുറപ്പിച്ചേറെ മുന്നേറിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമോ എന്നും ഫലമറിയുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.